നമ്മുടെ ജൂലി സാബു ഇപ്പൊ കൗൺസിലർ അല്ലേ? ഓക്കെ. പാർട്ടിക്ക് അധികാരം കിട്ടാത്തതുകൊണ്ടാണോ? എന്ത് പറ്റി? LDF അധികാരം. ഓക്കെ. ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു 2010-15. അത് കഴിഞ്ഞ് പിറവം നഗരസഭയുടെ ചെയർപേഴ്സണും കഴിഞ്ഞ സമയത്ത് ഒരു കോൺട്രാക്ടറും ഒരിക്കലും സമീപിച്ചിട്ടില്ല ഒരു കാര്യങ്ങൾക്കും. ഇത്തരം ഒരു കാര്യങ്ങൾ ഇംപ്രഷൻ പുറത്ത് അങ്ങനല്ല, സമീപിച്ചുകൊണ്ട് കാര്യമില്ലെന്നാണ്. ഇംപ്രഷൻ അങ്ങനെയുള്ളതെന്നല്ല, ഒരാളും എന്നെ അതിന് വേണ്ടിയിട്ട് സമീപിച്ചിട്ടില്ല. ഒന്നും തരാമെന്ന് പറയുക അങ്ങനെ ഒരു കാര്യം, അത് അഴിമതി അല്ലെങ്കിൽ അതൊരു സൊസൈറ്റിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, അത് എക്സിസ്റ്റൻസ് ആണെന്ന്. അഴിമതി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് അവരുടെ വാല്യൂസിന്. അങ്ങനെ സെയിം മെൻറ്റാലിറ്റി ഉള്ളവർ ചേരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ഉള്ളിൽ എപ്പോഴും കൂടുതൽ ചെയ്യുന്നത്. പുരുഷന്മാർ ഫിനാൻസ് ഏൺ ചെയ്തുകൊണ്ട് വരും, സാമ്പത്തികം ഏൺ ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഭക്ഷണം അങ്ങനെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ബജറ്റിങ് ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ധനകാര്യമന്ത്രി സ്ത്രീകളാണ്. ആ ഒരു കരുതല് നമ്മൾ പബ്ലിക്കിൽ ചെന്നാലും കാണിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട് എങ്ങനെ ഞാൻ കാത്തോ ആ കാക്കൽ തന്നെ ഞാൻ എൻ്റെ നഗരസഭയെയും കാത്തു. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി എനിക്ക് ഇപ്പോഴും എല്ലാ കാര്യം എനിക്കെങ്ങനെ നമുക്കതിന് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ, എൻ്റെ കാഴ്ചപ്പാട് ആ ഒരു ബെറ്റർ സ്ത്രീകൾക്ക് ഉണ്ടാവാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാഡം ഡ്രൈവറോട് ചോദിച്ചിരുന്നോ? ഡ്രൈവർ ഉണ്ടായിരുന്നോ? എന്ത് കാര്യം പത്മജ പറഞ്ഞതേ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഇറക്കി കവർ ഏൽപ്പിക്കാനായിട്ട്. അല്ല, എല്ലാവരും നിങ്ങൾ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് അതിനൊന്നും പറയരുത്. എല്ലാവരും ഒന്നും അങ്ങനെയല്ല. കൈക്കൂലി മേടിക്കാൻ അറിയാൻ പാടില്ലാത്ത മാഡത്തിന് ജോർജ് കുട്ടിയാണ് കൈക്കൂലി എന്ന് മനസ്സിലായല്ലേ? അവരുടെ അഭിപ്രായമല്ലേ, ഞാൻ പറഞ്ഞ കാര്യമല്ല. നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് കൺസേൺ ആവുമ്പോൾ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ് ജനപ്രതിനിധികൾ. ജനപ്രതിനിധികൾ നോക്കേണ്ടത് ജനങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ജെൻഡർ നല്ല പ്രാധാന്യം, എത്തിക്സിനും വാല്യൂസിനും മൊറാലിറ്റിക്കും ഒക്കെ ചേർന്നിട്ടുള്ള ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ സിസ്റ്റം മോശമായി മാറും. അപ്പോൾ സിസ്റ്റം എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, വളരെ ഒതന്റിക് ആയിട്ടുള്ള, വളരെ എല്ലാവരുടെയും അക്കൗണ്ടബിൾ ആയി പോകുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടത് ഒരു കോൺഷ്യസ് ലീഡറാണ്. ആ കോൺഷ്യസ്നെസ് ബിൽഡ് ചെയ്യാൻ പറ്റുക ഈ പറഞ്ഞ ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തി, ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി. ആ വ്യക്തി ഒരു ലീഡറായിട്ട് പരിണമിക്കുമ്പോൾ ആ സിസ്റ്റവും ലീഡറും പരസ്പരം ഹെൽപ്പ് ചെയ്തു പോകണം. അപ്പോൾ ഈ സിസ്റ്റം നന്നാവുകയും ഒരു നല്ല നേതാവ് വരികയും അവർ പരസ്പരം സഹായിക്കുകയും ചെയ്യണം. എൻ്റെ കേസിൽ നമ്മളൊരു കാര്യം അലിഗേഷൻ ഉന്നയിച്ചപ്പോൾ അത് ശരിയായി വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ത്രോൺ ഔട്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പിന് മാത്രമേ അത്തരത്തിലുള്ളൊരു വരുന്ന തലമുറയും ഇതുപോലെ നല്ല നേതാക്കളായി വളർന്നു വരണം, ഇന്റഗ്രിറ്റി ഉണ്ടാകണം, ഈ സിസ്റ്റത്തെ അതിന്റെ ഒരു കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള ചിന്തയോടുകൂടി വളർത്താനും സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.